ചെല്ലട്ടുകയിൽ ജനകീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം നേതൃത്വത്തിൽ മരണാനന്തരം ഭൗതിക ശരീരം പഠനാവശ്യത്തിനായി വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസും സമ്മതപത്രം കൈമാറൽ ചടങ്ങും നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഖിൽ പി പുഷ്കർ അച്യുതൻ മാസ്റ്ററിൽ നിന്നും സമ്മതപത്രം സ്വീകരിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലീഗലി മരണശേഷം സ്വന്തം ശരീരം പഠനാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള സൗകര്യം എല്ലാ സിറ്റിസൺസിനും കൊടുത്തു. അതാണ് ആദ്യത്തെ അനാട്ടമി ആക്ട്. നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് ശരിക്കും നടന്ന സംഭവമാണ്. നമ്മുടെ നാട്ടിൽ 1960കളിലാണ് ആദ്യമായിട്ട് അനാട്ടമി ആക്ട് ഇറങ്ങുന്നത് ഇന്ത്യയിൽ. അതിന് ഓരോ സ്റ്റേറ്റിനും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി 2 റിവിഷനൊക്കെ കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ തയ്യാറാണെങ്കിൽ 18 വയസ്സിന് ശേഷമുള്ള ആർക്കും സ്വന്തം ശരീരം പഠനാവശ്യങ്ങൾക്കായിട്ട് ഭൗതിക ശരീരം മരണശേഷം പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കാവുന്നതാണ്. ഇനി അത് എങ്ങനെയാണെന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളിൽ പലരും ഓൾറെഡി സമ്മതപത്രം കൈമാറിയവരാണ്. എന്നാലും ഞാനൊന്ന് പറയട്ടെ, അല്ലാത്ത ആൾക്കാരും കൂടുതലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമ്മതപത്രം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പടി. അപ്പോൾ എന്തൊക്കെയാണ് സമ്മതപത്രത്തിൽ എഴുതേണ്ടത്? ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഭാരവാഹികൾക്ക് ഓൾറെഡി മാഷിനെ ഞാൻ കൈമാറിയിട്ടുണ്ട്. മാഷ്ക്കറിയാം, കുറേ പേര് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ശരി. അതിലെന്തൊക്കെയാണുള്ളത്? ഭൗതിക ശരീരം ദാനം ചെയ്യാനുള്ള സമ്മതമാണെന്നുള്ള ഉറപ്പും അതിൻ്റെ കൂടെ നേരെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ സമ്മതവും കൂടി വേണം. അതായത് കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ. ഓക്കെ, ശരി. അല്ല, കല്യാണം കഴിയാത്ത ഒരാളാണെങ്കിലോ അച്ഛൻ, അമ്മ, സഹോദരന്മാർ. ഇത്രയും പേരുടെ സമ്മതവും അതിൻ്റെ കൂടെ വേണം. ഇതിന് പുറമെ 2 സാക്ഷികളും ഒപ്പിടണം. ഇത് 100 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ സ്വീകരിക്കാറ്. ഇതിൻ്റെ കൂടെ ഇതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി കൈമാറിയിട്ടുണ്ട്. ഇനി ഇത് കൈമാറിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇതിൻ്റെ കൂടെ ഈ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, ബോഡി തരാൻ തയ്യാറായിട്ടുള്ള, ഭൗതിക ശരീരം കൈമാറാൻ തയ്യാറായിട്ടുള്ള ആളുടെ ഒരു ആധാർ കാർഡും കൂടി ഞങ്ങൾ വാങ്ങിയിട്ട് തെളിവരും. ഈ ആധാറിലെ വിശദാംശങ്ങൾ നോക്കി ആളുടെ പേരിലൊരു സർട്ടിഫിക്കറ്റും ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് തരും. ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് NM രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് രാജേന്ദ്രൻ KP അധ്യക്ഷത വഹിച്ചു. 19 പേർ സമ്മതപത്രം കൈമാറി. ലൈബ്രറി കൗൺസിൽ കോഴിക്കോട് ജില്ലാ മെമ്പർ KC ശിവദാസൻ മുഖ്യാതിഥിയായി. ഗ്രന്ഥശാല കൗൺസിൽ UP വിഭാഗം വനിതാ ജൂനിയർ, വനിതാ സീനിയർ വായനാ മത്സരത്തിന്റെ ഭാഗമായി ലൈബ്രറി തലത്തിലും മേഖലാ തലത്തിലും വായനാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് അദ്ദേഹം സമ്മാനം വിതരണം ചെയ്തു. ഡോക്ടർ റോബിൻ ഫൈസർ, ഡോക്ടർ ഗോകുൽ B ചന്ദ്രൻ, ഗ്രന്ഥാലയം സെക്രട്ടറി PC പ്രകാശൻ എന്നിവർ സന്നിഹിതരായി.